പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാ ദൈവമക്കളും ദൈവകൃപയിൽ സൂക്ഷിക്കപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് അനേക പ്രാവശ്യം നമ്മളിത് കേട്ടിട്ടുള്ളതാണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കർത്താവേ, നിനക്ക് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡിവോഷണൽ സ്റ്റഡി നമുക്ക് ശ്രദ്ധിക്കാമേ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. സ്തോത്രം. ഹറി kills happiness. Jesus never ran in his ministry. ഒത്തിരി പേരെ രക്ഷയിലേക്ക് യേശു കർത്താവിന് നടത്താനുണ്ടായിരുന്നു. സൗഖ്യമാക്കപ്പെടുവാൻ അനേകരുണ്ടായിരുന്നു. ഭൂതം ബാധിച്ച ഒത്തിരി പേരെ അവന് ഡെലിവറി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും എവിടെയെങ്കിലും യേശു ബന്ധപ്പെട്ട് ഓടിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അവൻ്റെ അടുത്ത അപ്പോയിൻമെൻറ്റിലേക്ക് അവൻ ഹറിബറിയായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഹി നെവർ റൺസ് ടു ഹിസ് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്. ഒരു റേസ് കോഴ്സേ കയറി പോകുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലായിടത്തും സാവധാനതയാണ്. അവൻ കഴുതപ്പുറത്ത് കയറിയെന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ? അവനെക്കുറിച്ച് ഈ ഒരു ഋതമേ നമുക്ക് പറയാനുള്ളൂ. ഹി വാക്ക്ഡ് എവ്രിവെയർ. നമുക്ക് സ്ക്രിപ്ചേഴ്സിൽ നിന്നൊക്കെ ഇൻഫർ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യം, ചില ഒക്കേഷൻസിൽ അവൻ ആക്ച്വലി വളരെ സ്ലോ ആയിട്ട് നടന്നു. അതായത് കുഞ്ഞുങ്ങളും ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരും, ഹേർട്ട് ഉള്ളിൽ വഹിക്കുന്ന ഹർട്ടിങ് പീപ്പിൾ, വേദന ഉള്ളിൽ അനുഭവിക്കുന്ന ആളുകൾക്കുമെല്ലാം അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ തൊടാൻ തക്കവണ്ണം പയ്യ നടന്നു കൊടുത്തിരുന്നത്. പക്ഷേ നാമൊക്കെ പലപ്പോഴും സ്പിരിറ്റ് ലെഡ് അല്ല, സ്പിരിറ്റ് ഡ്രിവണാണ്. ഹോളി സ്പിരിറ്റ് ഒരിക്കലും നമ്മളെ ഓടിക്കത്തില്ല കേട്ടോ, നമ്മൾ ഡ്രൈവ് ചെയ്യത്തില്ല, അവനെ നമ്മൾ ലീഡ് ചെയ്യത്തേ ഉള്ളൂ. അത് തന്നെ കഴിഞ്ഞ ഒരു ദിവസവും നിങ്ങളോട് പറഞ്ഞു. ഹോളി സ്പിരിറ്റ് നമ്മളെ ഡ്രൈവ് ചെയ്യത്തില്ല, നമ്മൾ ലീഡ് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ടൊരു ഡ്രിവൺ ലൈഫിലേക്ക് പോകാതെ ഒരു ലെഡ് ലൈഫിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ലീഡ് യു. ആ കാര്യത്തിലും നീ ഒരു പാറ്റേൺ നിനക്ക് വേണ്ടി തന്നെ നീ ഉണ്ടാക്കുക. സ്ക്രിപ്ചർ നമ്മളെ കാണിക്കുന്നത് യേശു ബിസി ആയിട്ടുണ്ട് പ്രീച്ചിങ്ങിനൊക്കെ ശേഷം. പക്ഷേ ഒത്തിരി ബിസിയായിട്ട് ഒരു കുഷ്ഠരോഗിയെ വഴിയിൽ കണ്ടാൽ സംസാരിക്കാതെ അവൻ പോകത്തില്ല. അവൻ നിന്ന് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. വാസ്തവമായിട്ട് നിങ്ങൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു ചെയ്ത മിറക്കിൾസൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. അത് ചിലർ ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ടാണ് ചില മിറക്കിൾസൊക്കെ ഉണ്ടായത്. രക്തസ്രാവക്കാരി ആൾക്കാരുടെ ഇടയിൽ കൂടെ തള്ളിക്കയറി ചെന്നു. സക്കായി ഓടിപ്പോയി മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് അല്ലേ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. സക്കായിക്ക് അത് വിടുതലായിട്ട് തീർന്നു. എനിവേ, ജീസസ് വാസ് നെവർ ഇൻ എ ഹറി എനിവെയർ. പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതം അക്കംപ്ലിഷ് ചെയ്യാനായിട്ടുള്ളത് അവൻ്റെ ജീവിതത്തിലൊരു ബേർഡൻ പോലെ അവനുണ്ടായിരുന്നു. എന്നാൽ അത് അവനെ ഭാരപ്പെടുത്തിയില്ല. ഓരോ ദിവസം മുഴുവനും തൻ്റെ അടുക്കൽ വരുന്ന ജനത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവൻ ബോധമില്ലാത്തവനുമല്ലായിരുന്നു. ഒരിക്കലും യേശു കർത്താവ് ഒരു ഹറീഡ് ലൈഫ് ലീഡ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വചനം ധ്യാനിക്കാൻ പോലും സമയം കിട്ടാതെ ആർ യു വാക്കിംഗ് സോ ഫാസ്റ്റ്? അങ്ങനെ ഫാസ്റ്റായിട്ട് പോയാൽ എന്ത് പറ്റുമെന്നറിയാമോ? ജീവിതത്തിലുള്ള സന്തോഷമൊക്കെ നഷ്ടപ്പെടും. ഒരു എൻ്റർടൈൻമെൻറ്റ് വന്നാലും അതിൻ്റെ മുമ്പിൽ നമ്പായിട്ടിരുന്ന് പോകും. പിന്നെ ഇഷ്ടം ആൻറ്റി ഡിപ്രസൻ്റൊക്കെ ആയിരിക്കും ഇഷ്ടം.
അതുകൊണ്ട് ദൈവത്തിലെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. യേശുവിന് എന്താ നിന്നോട് പറയാനുള്ളതെന്ന് നീ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ള ജനത്തിനും നിന്നോടൊപ്പം നടക്കത്തക്കവണ്ണമുള്ളൊരു ജീവിതചര്യ നീ ഒന്ന് ഫോളോ ചെയ്തേ. നാളത്തെ പ്രശ്നം നാളത്തേക്ക് വിട്. നിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈമിൽ നീ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ ഗുണം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ റെസ്റ്റ് നിനക്ക് ആവശ്യത്തിന് സ്വർഗത്തിലെ ദൈവം തരും. അതുകൊണ്ട് വേറൊരു വിധത്തിലും ചില കാര്യം എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ലോഡ് ആരെയും ഏൽപ്പിക്കാതെ തന്നെത്താൻ ചെയ്ത് കുഴയുവാൻ ഇടയാകരുതേ. ദൈവത്തെ ഫോക്കസ് ചെയ്യുക. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാക്കുക. അവന് നമ്മോട് പറയുവാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. നിൻ്റെ ലൈഫിലെ ആ പീസ് നീ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ കുഞ്ഞെ ഇടയ്ക്ക് നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു വ്യക്തിയുമായിട്ട് നിന്നെ കമ്പയർ ചെയ്യുന്നത് നീ നിർത്തണം. ചിലർ ചില പ്രോജക്റ്റ്സ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നീയും പ്രോജക്റ്റ് ചെയ്യാനായിട്ട് തുനിഞ്ഞേക്കല്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് കഴിയണം. നിന്നെ ഇൻസ്പയർ ചെയ്യണമെന്നില്ല വേറൊരാളെ ഇൻസ്പയർ ചെയ്ത സംഗതി. നീ ഒരിക്കലും ഇൻസെക്യൂറായി പോകാൻ ഇടയായിരുന്നു. അതൊന്നും കണ്ടും കേട്ടു നിൻ്റെ മനസ്സിലെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നീ നിറയ്ക്കുക. സത്യമായതും രമ്യമായതും സൽകീർത്തിയായതും പുകഴ്ചയുമായതും ഒക്കെ നീ നിൻ്റെ മനസ്സിൽ നിറയ്ക്കുക. നെഗറ്റീവ് തോട്ട്സ് എല്ലാം വിട്ടുകളാം. റൺ യുവർ റേസ് ആൻഡ് ജീസസ് വിൽ ബ്ലെസ് യു. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കാതെ പോത്തേയില്ല. ശബത്തെന്ന് പറഞ്ഞൊരു ദിവസം ചില റിലീജിയസ് പീപ്പിൾ പ്രാക്ടീസ് ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് വളരെ സ്ട്രിക്റ്റായിട്ട് ശബത്ത് ഫോളോ ചെയ്തവർക്ക് ആയുസ് കൂടുതലുണ്ടെന്ന്. ആരെ കഴിഞ്ഞു? സാറ്റർഡേയ്സ് ഓഫ് എടുക്കാത്തവരെ കഴിഞ്ഞു. ഓഫ് എടുക്കണം നമ്മൾ. പക്ഷെങ്കിൽ അത് പറ്റത്തില്ലെങ്കിൽ ഒരു ഡേ റെസ്റ്റിനായിട്ട് വിട്ട് കളയണം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് അനുസരണം കാണിക്കണം. ഇതൊരു വലിയ കൺവിക്ഷനായിട്ട് ഈ പ്രിൻസിപ്പിൾ തീരണം. ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും. നമുക്ക് ദശാംശം കൊടുക്കുന്നതിൻ്റെ ആ പ്രിൻസിപ്പിൾ അറിയാം അല്ലേ? 10% ദശാംശം കൊടുക്കും. അതിൽ കൂടുതൽ കൊടുക്കുന്നവരുമുണ്ട്. വെൽ ആൻഡ് ഗുഡ്. നമുക്കറിയാം ദൈവത്തോടു കൂടിയുള്ള 90% ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാത്ത 100% നാം ഇരിക്കുന്നതിലും അല്ലേ? അത് നമ്മുടെ ഓരോ ആഴ്ചയിലും ഒന്ന് അപ്ലൈ ചെയ്തേ. 7 ദിവസം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതിൽ കൂടുതൽ ഒരു ദിവസം നീ റെസ്റ്റ് ചെയ്തിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ബാക്കി ദിവസങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് കൂടുതലായിരിക്കും. വൺ ഡേ ഓഫ് എടുക്കുക. ടേക്ക് ടൈം ടു ബി വിത്ത് ഗോഡ് ആൻഡ് ടു ബി വിത്ത് യുവർ ഫാമിലി. ദൈവം തീർച്ചയായിട്ടും സൂപ്പർ നാച്ചുറലി സപ്ലിമെൻ്റ് ചെയ്യുന്നത്, ആ ദിവസത്തിന് വേണ്ടി സപ്ലിമെൻ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രൈസ് ഗോഡ്. നമ്മൾ സൂപ്പർ നാച്ചുറലി ദൈവം നമുക്ക് വേണ്ടതെല്ലാം സപ്ലൈ ചെയ്യും. ഹല്ലേലൂയ. ദൈവം അതിനുവേണ്ടി ഒന്നും നമ്മെ ശിക്ഷിച്ച് താഴെ ഇടത്തൊന്നുമില്ല. പക്ഷേ ഓവർ ടൈം ചെയ്തു വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് നിനക്ക് നിൻ്റെ ബോഡിയിൽ തന്നെ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ എല്ലാ കമാൻഡ്മെൻറ്റ്സും നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. I believe the reason for many of the people getting tired is they are not rested.
and they are more vulnerable to moral failure also. ഹല്ലേലൂയ. മോറലി തോക്കുന്നവരെയൊക്കെ നമ്മൾ പുറകോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു സംഗതിയിൽ ചെന്ന് നിൽക്കും, എന്തുവാ, അവർ ബേൺ ഔട്ടായി പോയവർ. അതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ദൈവവുമായി ഒന്നുകൂടെ റീകണക്റ്റ് ചെയ്ത്, ഫാമിലിയുമായിട്ട് ഒന്നുകൂടെ റീകണക്റ്റ് ചെയ്ത് നന്മ ചെയ്തു പോകുമ്പോൾ ദൈവം തൻ്റെ കൃപ നിങ്ങളുടെ മേൽ ചുരിയും. Hallelujah. When you start doing less, God will start doing more. This is the way supernatural grace works. നിങ്ങൾ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം അതിനെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിൽ ആശ്രയിച്ച് യേശുവിൽ റെസ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ വസിക്കുന്ന മന്ദിരമാണ് ഞങ്ങളുടെ ശരീരം, നീ വസിക്കുന്ന ആലയമാണ് ഞങ്ങളുടെ ശരീരം. കർത്താവേ, അതിൻ്റെ എല്ലാ വേറെ ടയർ തീർത്ത് തരുന്നവൻ നീയാണല്ലോ. നിൻ്റെ കൽപ്പനകളനുസരിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ പകർന്നാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ്. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.